അനിൽ നമ്പ്യാർ, നമ്മൾ കേട്ടുപഴകിയൊരു വരിയാണ് കണ്ണേ കരളെ VSA എന്ന്. അതായത് അത് സജീവമാകുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. VS രാഷ്ട്രീയത്തിൽ എല്ലാവരുടെയും കൈയടി ഏറ്റുവാങ്ങി നിൽക്കുന്നു. അപ്പോഴാണ് സീറ്റ് നിഷേധിക്കപ്പെടുന്നത്. പിന്നീട് സമരങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. CPM-ലാണ് വലിയ പാർട്ടി സംവിധാനമുള്ള ഒരു പിണറായിയുടെ കോലം കത്തി. യെസ്, അവിടെ VS-ന് വേണ്ടി നിരത്തിലിറങ്ങുകയാണ്, തെരുവിലിറങ്ങുകയാണ് പ്രവർത്തകർ. ആ കാലത്ത് ഒടുവിൽ സീറ്റ് കൊടുക്കേണ്ടി വരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരുത്തേണ്ടി വരുന്നു VS-ന് മുന്നിൽ. ആ മുദ്രാവാക്യമുണ്ടല്ലോ, കണ്ണേ കരളെ VSA, അത് രൂപപ്പെട്ടതിന് പിന്നിലെ ചരിത്രം, അതായത് സജീവമായി കേട്ടത് അപ്പോഴാണ്. അതെ, തീർച്ചയായും. കൃഷ്ണരാജ് VS-ന് പല വിശേഷണങ്ങളും നൽകിയിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർ. അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം നടന്നു വന്ന ആ വഴിത്താര, അതിൻ്റെ പ്രത്യേകത, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജനഹൃദയങ്ങളിൽ ഒരു ചിരപ്രതിഷ്ഠ ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു വാത്സല്യത്തിൽ നിന്ന്, ആ ഒരു സ്നേഹത്തിൽ നിന്ന്, ബഹുമാനത്തിൽ നിന്ന്, ആദരവിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തെ കണ്ണായും കരളായും ഇവർ കൊണ്ട് നടന്നത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ പഴയ AKG സെൻറ്ററിന് പുറത്ത് ആളുകൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കുകയാണ്. വൈകാരികമാണ്, വളരെ വൈകാരികമായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. 101 വയസ്സായി. പക്ഷേ എങ്കിലും VS തിരിച്ചു വരുമെന്ന് ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിലായിരുന്നല്ലോ ഈ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അദ്ദേഹം വെൻറ്റിലേറ്ററിലായിരുന്നെങ്കിലും അദ്ദേഹം തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. VS ഇതുപോലെ എവിടെയെങ്കിലും VS അധികാരത്തിൻ്റെ ആ ഒരു കസേരയിൽ ഇരുന്നില്ലെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ ഞങ്ങൾക്ക് ഒപ്പം ഇങ്ങനെ ഒരാളുണ്ട് എന്ന ആ ഒരു തോന്നൽ, അല്ലേ, ആ ഒരു വിശ്വാസം, അതാണ് ഇപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് കേൾക്കുന്ന ഈ മുദ്രാവാക്യം വിളിയിലൂടെ ആ ഒരു വിശ്വാസമാണ് അത് പ്രകടമാകുന്നത്, അല്ലേ. സ്വാഭാവികമായിട്ടും ആ ഒരു രാഷ്ട്രീയ നേതാവിനും ഇതുപോലുള്ള ഇത്രയും ആഴത്തിലുള്ള ഒരു സ്വീകാര്യത ലഭിക്കില്ല. കാരണം വളരെ ജനകീയനായിട്ട് ആണ് അവർ VS-നെ കണ്ടത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ വീണ് പോകും വരെ VS എന്തൊക്കെ പറഞ്ഞു പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെങ്കിലും VS-ന് വഴങ്ങേണ്ടി വന്നിട്ടില്ലേ പാർട്ടിക്ക്? തീർച്ചയായും. കാരണം VS-ന് തിരുത്താൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ആ ശക്തി. VS-നെ ആഞ്ഞടിക്കാൻ വേണ്ടി ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം എടുത്ത് പ്രയോഗിച്ച കണ്ണൂർ ലോബിയിലുള്ള ചിലരൊക്കെയുണ്ട്. VS-നെ തീർത്തും നിർവീര്യമാക്കാം, അല്ലെങ്കിൽ തീർത്തും ഇന്ന് VS-നെ അങ്ങ് കണക്കിന് പെരുമാറാം എന്നൊക്കെ കരുതി നായകനായതുകൊണ്ട് വില്ലനാക്കപ്പെട്ടവർ. യെസ്, അങ്ങനെ എല്ലാ സർവ്വസന്നാഹങ്ങളുമായിട്ട് വന്നവർ പോലും VS-ന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി പോകേണ്ടി വന്നിട്ടുണ്ട്. അതാണ് VS-ന്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VS രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരിക്കലും P. ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് വരില്ലായിരുന്നു. നമുക്കറിയാം, P. ശശി പാർട്ടിയിൽ നിന്ന് പുറത്താവുന്നത് എങ്ങനെയാണ്? VS-ന്റെ വളരെ സജീവമായിട്ടുള്ള ഇടപെടൽ അങ്ങേയറ്റം സംരക്ഷിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചതാണ്. പക്ഷേ VS ഒരു നിലപാടെടുത്തു. ആ നിലപാടിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ P. ശശി നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് VS രോഗശയ്യയിലായ സമയത്താണ് P. ശശിയുടെ തിരിച്ചുവരവ്. അതുപോലെ ഈ P. K. ശശി ഒക്കെ VS സജീവമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ വിമർശനങ്ങൾ അത് ഉൾക്കൊള്ളാനാവാതെ ഒരുപക്ഷെ പാർട്ടി വിട്ടുപോയേനെ. അങ്ങനൊരു അവസ്ഥയെ കൊണ്ട് ചെന്ന് എത്തിക്കുമായിരുന്നു. കാരണം പെൺവിഷയം VS-നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ വിഷയം അത് ആര് കുറ്റക്കാരാണെങ്കിലും, അത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും കൂടെയുള്ളവരാണെങ്കിലും ഒരു കാരണവശാലും അംഗീകരിച്ചിരുന്നില്ല. കൃത്യമായിട്ടുള്ള നിലപാട് അദ്ദേഹം എടുത്തു. അത് തന്നെയാണ് നമ്മൾ കണ്ടത് കവിയൂർ കിളിരൂർ കേസുകളിൽ. അത് പാർട്ടിയുടെ താക്കോൽദാരങ്ങളിൽ ഇരിക്കുന്നവരുടെ അടുത്ത ബന്ധുക്കൾ ആ കേസിൽ ഉൾപ്പെട്ട സമയത്ത് പോലും VS അത് അറിഞ്ഞിട്ട് പോലും
VS ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. മാത്രമല്ല യുവനിരയ്ക്ക് നേരെയും യെസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് അതെ അത് ഉറക്കെ പറയുകയാണ്. അതെ. ആര് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചാലും എന്ന് നീട്ടി പറയുകയാണ്. അപ്പോൾ എവിടെ തനിക്ക് നേരെ അമ്പുകൾ എയ്തു വന്നിട്ടുണ്ടെങ്കിലും അതിലേക്ക് നോക്കി തിരിച്ചു പറയാൻ VS കഴിയുമായിരുന്നു. ഞാനതാണ് പറഞ്ഞത്. ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് വീണ്ടും വരേണ്ടി വരും. ഒരുപക്ഷെ ഇത്തരം ചൂണ്ടിക്കാട്ടലുകൾ, ചൂണ്ടുവിരലുകൾ അതൊക്കെയാകും VS ഈ ജനങ്ങളിലേക്ക് പ്രിയപ്പെട്ടവനാക്കി മാറ്റിയെന്ന് തോന്നുന്നു. പാർട്ടിക്കല്ല, പാർട്ടിക്കപ്പുറം ജനങ്ങൾക്ക്. അതെ, തീർച്ചയായും അത് കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ LDFൻ്റെ മുദ്രാവാക്യം തിരഞ്ഞെടുപ്പ് കാലത്തെ മുദ്രാവാക്യം മാത്രമാണല്ലോ കൂടെയുണ്ട് എന്നുള്ളത്, ഒപ്പം ഉണ്ട് എന്നുള്ളത്. പക്ഷേ VS എന്നും ഒപ്പം ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് VS എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ വിജയം. പക്ഷേ ഇതൊക്കെയാണെങ്കിലും VSനോട് ചില വിയോജിപ്പുകളുണ്ട് കൃഷ്ണരാജ്. കാരണം VS അദ്ദേഹത്തിൻ്റെ കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ടീമാണ് VSനെ VS ആക്കിയത്. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ VS ഇവരെയൊക്കെ കൈയൊഴിഞ്ഞു എന്നുള്ളതാണ്. ഷാജഹാനാവട്ടെ, പിന്നെ നമ്മുടെ ജോസഫ് സി മാത്യു ആവട്ടെ, അതുപോലെ സുരേഷ് ആവട്ടെ, പിന്നെ മറ്റ് ചിലരും ഉണ്ട്. അപ്പം അവരെയൊന്നും ആ പ്രതിസന്ധി ഘട്ടത്തിൽ, നിർണായക ഘട്ടത്തിൽ ചേർത്ത് നിർത്തിയില്ല എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. VS അത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ ഉണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും അദ്ദേഹം കൂടെ ചേർത്ത് പിടിച്ചില്ല, അവരെ കൂടെ ചേർത്ത് പിടിച്ചില്ല. അത് ഒരുപക്ഷെ പാർട്ടിയുടെ ശാസനയുടെ ഭാഗമായിട്ടായിരിക്കാം. ഇനിയും ഇത്തരക്കാരെ ചുമന്ന് നടക്കരുത് എന്ന് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ടായിരിക്കാം. ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ അവർക്ക് ആ പരാതിയില്ല. പിന്നെ VS, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, VS ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഞങ്ങളൊക്കെ കരുതിയിരുന്നു. അങ്ങനെയായിരുന്നു VSൻ്റെ ഗ്രാഫ് ഉയർന്നേനെ. പക്ഷേ VS അവസാന നിമിഷം പോലും ആ അധികാരത്തോട് അദ്ദേഹത്തിന് ഒരു എന്താ പറയണ്ടേ, ഒരു ആർത്തി ഉണ്ടായിരുന്നോ എന്ന് തോന്നിപ്പിക്കുന്ന ചില നീക്കങ്ങൾ VSൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായല്ലോ. കാരണം അദ്ദേഹത്തിന് ഒതുക്കാൻ ശ്രമിച്ചതാണ്. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കി ഒതുക്കാൻ ശ്രമിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ അവസാനം ഇദ്ദേഹത്തെ കൊണ്ടുപോയി അങ്ങ് ഇരുത്താം എന്നുള്ളത്, അത് സത്യത്തിൽ VSനെ പോലെ ഒരു നേതാവ് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ ആ നിമിഷങ്ങളിലൊക്കെ VSനെ കുറിച്ച് മറിച്ച് ചിന്തിക്കാൻ ആളുകൾക്ക് അദ്ദേഹം തന്നെ ഇടവരുത്തി എന്നുള്ളതാണ്. ഇത്തരം ചില തീരുമാനങ്ങളിലൂടെ VS ആ രാഷ്ട്രീയ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യ സമയത്ത് അദ്ദേഹം ഗുഡ് ബൈ പറയാമായിരുന്നു VSന്. എന്നിട്ടും പുറത്തു നിന്നും ഈ പാർട്ടിയെ തിരുത്താനുള്ള ശക്തി, ആ ഒരു പ്രഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു, ആ ഒരു വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ പുറത്തു നിന്നും പാർട്ടിയെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി VSനെ പോലുള്ള ഒരാൾക്ക് ഉണ്ടായിരുന്നു. അത് ഫലപ്രദമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ VS കുറേ കൂടി തിളങ്ങി നിന്നേനെ എന്നുള്ളതിൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ. മറ്റൊരു കാര്യം കൂടി, ഒരു VSനെ ഞാൻ ഓർക്കുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. അതായത് 2002 ഒരുപക്ഷെ കൃഷ്ണരാജന് അറിയായിരിക്കാം, വിവാദമായിട്ടുള്ളൊരു കേസ്, വ്യാജരേഖ കേസ്. അന്ന് VS പ്രതിപക്ഷ നേതാവായിരുന്നു. VS ആ സമയത്ത്, അതായത് വാർത്ത കൊടുത്തത് ഞാനാണ്. അന്ന് VS എന്നെ പേഴ്സണലായിട്ട് പലവട്ടം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അതായത് AK ആൻ്റണി സർക്കാർ എന്നെ ഒന്നാം പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്ത സമയത്ത് പോലും VS നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, VS അച്യുതാനന്ദനെ. ആ VS അച്യുതാനന്ദൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് വാർത്തയുടെ ഉറവിടം എന്നൊക്കെ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു. എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ കേസ് കുറ്റപത്രം കൊടുത്തു. പിന്നീട് ഈ കേസിൽ കൃത്യമായിട്ട് ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് കേസ് പിൻവലിക്കാൻ തന്നെ സർക്കാർ തീരുമാനിക്കുന്നത്. അത് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. VS അച്യുതാനന്ദനെ പോലെ ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇതുപോലെ ഉള്ളൊരു വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു കേസ് പിൻവലിക്കണമെങ്കിൽ അതിൻ്റെ ഒരു മെറിറ്റ് നോക്കിയിട്ടായിരിക്കുമല്ലോ അദ്ദേഹം പിൻവലിച്ചത്. അത് VS എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. അതായത് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഈ കേസ് പിൻവലിക്കുകയാണ്. കാരണം ഇത് വിചാരണയ്ക്ക് പോലും ഈ കുറ്റപത്രം കൊള്ളില്ല എന്ന രീതിയിൽ വന്നതുകൊണ്ട്, ബോധ്യപ്പെട്ടതുകൊണ്ട് നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. തുടക്കം മുതൽ ഇതിൻ്റെ കൂടെ നിന്നിരുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഈ തീരുമാനവും താങ്കളെ അറിയിക്കുകയാണ് എന്ന് നീട്ടി പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയിൽ ഉണ്ട്. VSന് പകരം വെക്കാൻ പറ്റുന്ന ഒരു നേതാവില്ല, അത് VS മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ VSനെ അടുത്ത് അറിഞ്ഞവരെ കുറിച്ച് പറഞ്ഞത്
അതെ. തുടങ്ങിയതും അനിൽ നമ്പ്യാരിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതെ അതെ അതെ. ഏതായാലും VS എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹം വിടവാങ്ങുകയാണ്. ഇനി നാളെ ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്ര. ഒരുപക്ഷെ അത് അതിവൈകാരികമായിരിക്കും. പലയിടങ്ങളിലും മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട് എന്നാണ്. യെസ്, വയോധികരായിട്ടുള്ള ചിലർക്ക് ഇപ്പോഴും ഉണ്ട് അവിടെ. മാത്രമല്ല VS ആക്കിയ ആ ഒരു മണ്ണ് അല്ലേ, ആ മണ്ണിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. പുന്നപ്ര വയലാർ സമരനായകൻ. മാത്രമല്ല VSലുള്ള ആ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ VSനെ കണ്ടത്, കാരണം ഇദ്ദേഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഇദ്ദേഹം കൂടുതൽ തിളങ്ങും എന്ന് മനസ്സിലാക്കിയത് P കൃഷ്ണപിള്ള എന്ന നേതാവാണ്. അദ്ദേഹമാണ് VSൻ്റെ പൊട്ടൻഷ്യൽസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ കൃഷ്ണപിള്ള വളർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവാണ് അദ്ദേഹം. അല്ല, ഈ കർഷക തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ അല്ലേ, ഈ അധികാരത്തിൻ്റെ ആ ഉത്തുംഗശൃംഗങ്ങളിൽ അദ്ദേഹം വിഹരിക്കുന്ന സമയത്ത് പോലും തൊഴിലാളികളുടെ, ഇതുപോലെയുള്ള തൊഴിലാളികളുടെ ഹൃദയവികാരം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഇഷ്ടമായിരുന്നു. തീർച്ചയായും അത് VSൻ്റെ സാധാരണത്വം കൊണ്ടായിരുന്നു. തീർച്ചയായും.